നമസ്കാരം. അപ്പോൾ മാർക്കോ ഫുൾ വയലൻസ് ആണ്. വീണ്ടും പ്രേക്ഷകരുടെ പ്രതികരണം പക്ക റേഞ്ചിലാണ്. എങ്ങനെയുണ്ട് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സിനിമ? പടം ഞാൻ ത്രില്ലർ ആൻഡ് ഹൊറർ മൂവീസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ത്രില്ലർ മൂവീസും ഇതൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ ഉണ്ണിമുകുന്ദനെ പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ബോഡി ബിൽഡിംഗ് ഇൻസ്പിറേഷൻ കൂടിയാണ്. പടം ആക്ച്വലി നമ്മളൊരു വയലൻസ് ബേസ്ഡ് ആയിട്ട് കാണാമെന്ന് വെച്ച് കയറിയതാണ്. പക്ഷേ ആണുങ്ങൾ പോലും ധരിച്ചിരുന്നു പോകുന്ന തരത്തിലുള്ള ആക്ഷനാണ് പടത്തിൽ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഓവറോൾ ഒരു മൂവി ഹിസ്റ്ററി തന്നെ മോസ്റ്റ് വയലൻ്റ് ആയിട്ടുള്ള സിനിമയാണ് ഇത്. മലയാള സിനിമ ഇന്ത്യൻ സിനിമ എന്നൊന്നും കമ്പയർ ചെയ്യേണ്ട ഒരു സാധനമല്ല. ഇത് മോസ്റ്റ് വയലൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ആക്ഷൻ, ഇത് ഒരു ബെഞ്ച് മാർക്ക് സെറ്റിംഗ് ആക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉണ്ണിമുകുന്ദൻ്റെ ഒരു വേറെ ലെവൽ സാധനമാണ്. 2024 അവസാനിക്കുമ്പോൾ പുതിയ ഒരു വർഷത്തിലേക്ക് ഒരു നല്ലൊരു ചിത്രം എന്ന് പറയാം. എങ്ങനെയുണ്ട് മാർക്കോ ചിത്രം? എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പടം. ഉണ്ണിമുകുന്ദൻ്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? ഫുൾ വൈബാണ്. വയലൻസ് ആണോ? ഭയങ്കര വയലൻസ്. ഫാമിലിയായിട്ട് പറ്റത്തില്ല. ഭയങ്കര ബ്രൂട്ടൽ. സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്രൂട്ടൽ. ഭയങ്കര ബ്രൂട്ടൽ. ഒട്ടും ഫാമിലിക്ക് ഒട്ടും പറ്റത്തില്ല. ഫുൾ വയലൻസ്. ഭയങ്കര അടിപൊളി സിനിമ. മാർക്കോ സിനിമ മാർക്കോ കൊള്ളാം, നല്ല പടമാണ്. ഹൈപ്പിനുള്ളതൊക്കെ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു പടം. ആക്ഷൻസ് ആണോ ഈ ഒരു ചിത്രത്തിൽ? ആക്ഷനാണ് മെയിൻ. ആക്ഷനും വയലൻസും ആണ് മെയിൻ. സ്റ്റോറി ആയിട്ട് അങ്ങനെ നോക്കണ്ടെങ്കിലും ആക്ഷനും വയലൻസും ആണ് പടത്തിന്റെ മെയിൻ. ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ പറയുന്നത് KGF മോഡൽ ഒരു ചിത്രമാണെന്നാണ് മലയാളം. KGF എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളർ ഗ്രേഡിംഗ് വൈസ് നോക്കുമ്പോൾ KGFന്റെ ഒരു അത് തോന്നും കളർ ഗ്രേഡിംഗ് വെച്ച്. അല്ലാണ്ട് പടം ഇത്രയും വർഷത്തോളം ഒത്തിരി സിനിമകൾ കണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആക്ഷൻസിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഭയങ്കര മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ആദ്യമായിട്ടാണ്. ശരിക്കും ഉണ്ണിമുകുന്ദന്റെ റേഞ്ച് മാറ്റിയ ഒരു ചിത്രം എന്ന് പറയാം. അതെ ശരിക്കും നല്ലൊരു എന്താ പറയാ, പുള്ളിയുടെ എഫോർട്ടിനുള്ള ഉണ്ട്. ട്രിപ്പിൾ മാസ് ചിത്രമാണ്. പിന്നെ മാസൊക്കെ ഉണ്ട്. മാസിന് ഫൈറ്റ് എല്ലാം ഉണ്ട്. മാർക്കോ നല്ല സിനിമ, നല്ല ആക്ഷൻ ഉണ്ട്, നല്ല വയലൻസ്. ഫുൾ വയലൻസ് ആണ്. ഫസ്റ്റ് ഡേ കാണാൻ പറ്റുന്ന എല്ലാവരും കണ്ടു, അതാ നല്ലത്. ഉണ്ണിമുകുന്ദൻ ആക്ടിങ് ചെയ്യുന്നുണ്ട്. അതെ മെയിൻ ആക്ടർ. അപ്പൊ ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് മികായിലുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ചു ഉണ്ണിമുകുന്ദൻ പാവമുണ്ട്, ഉണ്ണിമുകുന്ദൻ ഹീറോയിനെ പോലെ തോന്നി. മികായിലകത്ത് നിവിൻ പോളി ഇപ്പൊ വില്ലനായിട്ട് തോന്നുന്നത്. നല്ല സിനിമ, എല്ലാവരും ട്രൈ ചെയ്യും. പിന്നല്ലാണ്ട് ഉണ്ണിമുകുന്ദൻ പൊളിയാ. ഉണ്ണിമുകുന്ദൻ നല്ല മാസം. ഉണ്ണിമുകുന്ദൻ നല്ല ആക്ഷൻ ഉണ്ട്, നല്ല വയലൻസ് ഉണ്ട്, നല്ല സിനിമ. പിന്നല്ലാണ്ട് 10 സിനിമ. കിടിലം പടം. ഉണ്ണിമുകുന്ദന്റെ അഴിഞ്ഞാട്ടം. വയലൻസ് ആണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസ് ഉള്ള പടത്തിൽ സ്റ്റോറിയിലും വയലൻസ് ആണ്. പക്ഷെ മേക്കിങ് ഫൈറ്റ് എല്ലാം കിട്ടില്ല, അടിപൊളി. എന്തായാലും മലയാളത്തിന് KGF എന്ന് പറയാം. മലയാളത്തിന്റെ KGF എന്ന് പറഞ്ഞില്ലെങ്കിലും മലയാളത്തിന് സ്വന്തമായിട്ടൊരു പടം. KGF ആയിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട. എന്നാലും മലയാളത്തിന്റെ ഒരു പടം അത് തന്നെ നല്ല അടിപൊളിയാ. വയലൻസ് ഒക്കെ അടിപൊളിയാ. ആക്ഷനും വയലൻസും ഒക്കെ സൂപ്പറാണ്. സൂപ്പർ. വയലൻസ് ആണ്. ഇഷ്ടപ്പെടാം. ഫുൾ എന്റർടൈൻമെന്റ് ആണോ പടം? ഫുൾ എന്റർടൈൻമെന്റ് ആണോ പടം? എന്റർടൈൻമെന്റ് ആണ്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഇനി ഇന്ത്യൻ സിനിമയിൽ ഇതിനെ വെല്ലാൻ വേറെ ഇതില്ല. ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ കാര്യത്തിൽ KGFന് മേലെ. ശരിക്കും ഉണ്ണിമുകുന്ദൻ ഒരു പക്കാ സിനിമ എന്ന് പറയാമോ? 2024 വരുന്നിട്ട് എന്തായാലും ഈ വർഷം ഉണ്ണിമുകുന്ദൻ തൂക്കിന്ന് വേണ്ടി പറയാം. എന്തായാലും ഇനി ഈ വർഷത്തെ ടോപ്പ് ഇതില് ഉണ്ണിമുകുന്ദൻ തന്നെ അല്ലേ? ഉണ്ണിമുകുന്ദൻ തന്നെ ആക്ഷൻ സ്റ്റാർ. സിനിമ എങ്ങനെയുണ്ട്? ഉണ്ണിമുകുന്ദന്റെ അഭിനയം എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല പടമാണോ? ആക്ഷൻ ആണോ? വയലൻസ്. ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് മാർക്കോ? എങ്ങനെയുണ്ട്? ഫുൾ എന്റർടൈൻമെന്റ് ആണോ അല്ലെങ്കിൽ ആക്ഷൻ ആണോ? ഫുൾ വയലൻസ്. മൊത്തം വയലൻസ്.
ഉണ്ണിമുന്നന്റെ അഭിനയം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് മൊത്തത്തിൽ ഇപ്പോൾ ചെയ്യാൻ ഏറ്റവും അടിപൊളി പടം